ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചപ്പാത്തിയും ചിക്കനും കൊണ്ടിട്ട് സിമ്പിളായിട്ടുള്ളൊരു നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കടയിലൊന്നും പോവാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ഷവർമ പോലെ ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് സവാള, ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജൊക്കെ ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏതൊക്കെയാണോ അതൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ചിക്കനെല്ലാം പറക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു വിസിൽ വെച്ച് അത് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വന്ന സമയത്തിന് ഞാനിവിടെ ചപ്പാത്തിയും ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ചൂട് തട്ടി തുടങ്ങുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളും. ഇനി നമ്മൾ ഇതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ ഉടച്ചെടുക്കണം. പിന്നെ എടുക്കുന്ന പോലെ നല്ലതായിട്ട് പൊടിച്ചെടുക്കണം. ഇതുപോലെ എല്ലാം നല്ല പിന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ചട്ടിയൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. പക്ഷേ നമ്മളൊക്കെ കുറച്ച് ഡയറ്റ് കൺട്രോൾ ആക്കുന്നതുകൊണ്ട് എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് എണ്ണയിൽ ഒരു 2-3 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് അങ്ങനെ ആക്കി ചെയ്യുന്നുണ്ട്. ചിക്കനൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞ് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞ് അതേ പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇടാനുള്ളത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടൊന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഒന്ന് കളറ് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ബാക്കിയുള്ള സവാളയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. വെജിറ്റബിൾസ് വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വഴണ്ട് പോകരുത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സോട്ടായി വരെ ചെയ്യാനുള്ളൂ. അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ തക്കാളി എടുത്ത് വെച്ചിട്ട് തക്കാളി ഇടാൻ മറന്നുപോയി. ഞാൻ ഈ തക്കാളി ഇട്ട സമയത്തിന് നമ്മുടെ സവാളയൊക്കെ എത്ര വെന്ത് വന്നിട്ടുണ്ടോ അത്രയും തന്നെ മതിയാവും. തക്കാളിയുടെ കുറച്ച് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊരു സമയം എടുത്തായിരുന്നു. പക്ഷെ ഒരു 3-4 മിനിറ്റ്, കറക്റ്റായിട്ട് പറഞ്ഞാൽ 3-4 മിനിറ്റ് നല്ലവണ്ണം സോട്ട് ചെയ്തെടുത്താൽ നമ്മുടെ സവാളയൊക്കെ പെർഫെക്റ്റ് അത്ര വെന്താൽ മതിയാവും. അപ്പോൾ എൻ്റേത് കുറച്ചൊന്ന് വെന്ത് പോയി, എന്നാലും ഒന്ന് കുഴഞ്ഞു പോയി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും തന്നെ മതി, കുഴപ്പമില്ല. ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ തക്കാളി കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ആദ്യം ഇടുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഈ തക്കാളിയും കുറച്ചൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചിക്കനും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കനിലും മുട്ടയും എല്ലാം കൂടെ മിക്സ് ആകുമ്പോൾ എല്ലാത്തിലും അതിൻ്റേതായിട്ടുള്ളൊരു ഫ്ലേവർ വരാം. ഈ മുട്ടയും എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവും. ചിക്കനും എല്ലായിടത്തും പിടിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇത് ഷെസ്വാൻ സോസാണ്. അപ്പോൾ നമ്മൾ ഈ ഷെസ്വാൻ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾ സോയാ സോസും ടൊമാറ്റോ സോസും മയോണൈസും മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ ഞങ്ങൾക്ക് മയോണൈസ് ഇല്ലാതിരുന്നതുകൊണ്ട് ഷെസ്വാൻ സോസ് കയ്യിലുണ്ടായിരുന്നു. ഷെസ്വാൻ സോസും ടൊമാറ്റോ സോസുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്.
ചപ്പാത്തിയിൽ ഫില്ലിങ് വെച്ച് റോള് ചെയ്യുന്ന സമയത്ത് വേണം മയോണൈസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ മീതെ കുറച്ചും കൂടെ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിച്ച് നോക്കിയാൽ നല്ല സൂപ്പർ, നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.